10 ആള് നന്നായി ജീവിച്ച മതിയെന്ന് കരുതുന്ന ഞാൻ 10 ഗ്രാമത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ആഗ്രഹിച്ച് നിങ്ങളിൽ നിന്നും അകലാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അമ്മയുടെ ആശയത്തോട് ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വേദന സഹിച്ച് നിങ്ങളുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കല്യാണം ദൈവനിർണയമാണോ മറ്റൊരാളുടെ സ്വാർത്ഥതയാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ആ നിഹാരികയും നിങ്ങളെയും റെസ്റ്റോറന്റിൽ വെച്ച് ഞാൻ കണ്ടു. ആക്ച്വലി ഞാൻ അവിടെ കാണാൻ പോയത് എന്താ? നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് പറയാനുള്ളത് കേൾക്ക്. ആ പെൺകുട്ടിക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് മരുമകളായിട്ട് കടന്നു വരാനുള്ള യാതൊരു യോഗ്യതയുമില്ല. കണ്ണാൽ അറിഞ്ഞിട്ടല്ലാതെ ഞാൻ ഒരു പെൺകുട്ടിയെ കുറിച്ചും ഒരു ദോഷവും പറയില്ല. തന്നെ എനിക്ക് അറിയുന്നതല്ലേ. താൻ അവിടെ എന്താ കണ്ടെന്ന് പറ. ആ തെളിവുകള് കല്യാണം ക്യാൻസൽ ചെയ്യാൻ ചിലപ്പോൾ ഉപയോഗപ്പെട്ട് കഴിഞ്ഞാ അതിനേക്കാളും വലിയ സന്തോഷം വേറെ എന്താ ഉള്ളത്? താൻ കണ്ടത് എന്താന്ന് പറ. അവളെ ഞാൻ പലപ്പോഴും പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ട്. കാർ റേസിംഗ് നടക്കുന്നുണ്ട് ഇവിടെ. എന്തിനെത്ര സ്പീഡിൽ വരുന്നേ? എന്റെ കാറിന് മാത്രമല്ല, എനിക്കും സ്പീഡ് കൂടുതലാണ്. സാരിയിലും എന്നെ കാണാൻ സുന്ദരിയായിട്ടില്ലേ? കൂടാതെ ഭർത്താവിന്റെ വീട്ടില് അവര് പറയുന്നതിനനുസരിച്ച് ജീവിച്ചാ എന്റെ ജീവിതം എല്ലാ കാലവും നല്ലതായിരിക്കില്ലേ എന്ന് പറയൂന്ന് കരുതിയോ? ഈ സമ്പ്രദായങ്ങള് ആചാരങ്ങള് നമുക്കൊട്ട് സെറ്റാവില്ല. ഈ വേഷധാരണം ജസ്റ്റ് ആ വീട്ടിലെ മരുമകളാവുന്നത് വരെ മാത്രം. അത്രയും കാലം സഹിക്കാതെ വഴിയില്ല. ഓ മൈ ഗോഡ്, അമ്മയുടെ പ്രതീക്ഷകളും അവളുടെ സ്വഭാവവും അത് തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ അവനി. നിങ്ങളുടെ അമ്മ ഒരു വിശ്വാസത്തിന്റെ പേരില് അതുപോലെ ഒരു മരുമകളെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവളോ നിങ്ങളുടെ ആചാരങ്ങൾക്ക് തീരെ എതിരാണ്. ഞാനിതൊന്നും അസൂയ കൊണ്ട് പറയുന്നതല്ല. ഇപ്പോഴും ഞാൻ നിങ്ങളുടെ വീട്ടിലെ ഒരാളാണെന്നുള്ള സ്വാർത്ഥതയോട് പറയുന്ന. ഇപ്പൊ തന്നെ ഈ കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞ് ഈ കല്യാണം ഞാൻ ക്യാൻസൽ ചെയ്യിപ്പിക്കും. നിങ്ങൾ ഈ സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും വിശ്വസിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇല്ലാത്ത ആരോപണങ്ങൾ പറയാനേ പറയുള്ളൂ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ജാതകം ചേരുന്ന ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലാഭത്തേക്കാൾ സംഭവിക്കുന്ന നഷ്ടങ്ങൾ കൂടുതലായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി. എനിക്കല്ലാതെ നിർബന്ധമൊന്നുമില്ല. താൻ പറ. താൻ പറഞ്ഞ ഐഡിയ അത് കുഴപ്പമില്ലാത്തതാണോ? ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടൂ എന്നറിയാതെ ഞാൻ ഒരുപാടായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കറക്റ്റ് സമയത്താ വണ്ടർഫുൾ ഐഡിയ തന്നത്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ തന്നെ പോയി തന്റെ ഐഡിയ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് വരാം. ഈ താലിക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്ന് നോക്കാം. വരൂ ശ്രീ, ആരതി എടുക്ക്. എന്താ അളിയ, എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ ശ്രീ. അമ്മയെ കാണുമ്പോ ഞങ്ങൾക്കാണെങ്കിലും നാട്ടിലുള്ള ജനങ്ങൾക്കാണെങ്കിലും സാക്ഷാൽ അന്നപൂർണേശ്വരി ദേവിയെ പോലെ തന്നെയാണെന്ന് ഞാൻ അമ്മയോട് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ടോപ്പിക്ക് നീ പെട്ടെന്ന് എടുത്തിടണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം തന്നെ ഉണ്ടാകുമല്ലോ. കാര്യം എന്താണെന്ന് പറ. അമ്മേ,
അമ്മയെ അങ്ങനെ തോന്നാനുള്ള കാരണം എന്താന്ന് വെച്ചാ അമ്മയുടെ സ്നേഹവും പൂജകളും ആചാരങ്ങളും കരുണയും അതൊക്കെയല്ലേ. ആയിരിക്കാം. നാളെ നിഹാരികയും ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തണമെങ്കിൽ അമ്മ ചെയ്യുന്നതിന്റെ അറ്റ്ലീസ്റ്റ് 1% എങ്കിലും അവൾക്ക് അറിയണ്ടേ. 100% ഉണ്ടെങ്കിലേ തടസ്സമില്ലാതെ എന്റെ പരമ്പര മുന്നോട്ട് പോകൂ. ആ വിശ്വാസം അമ്മയ്ക്കുണ്ടോ അമ്മേ? ഉണ്ടല്ലോ. ഞാൻ എന്ത് തന്നെയായാലും നിഹാരികയെ കല്യാണം കഴിക്കാൻ തയ്യാറ് തന്നെയാ അമ്മേ. എന്നാലും എനിക്ക് അവളെ അത്ര വിശ്വാസം പോരാ. കല്യാണം ക്യാൻസൽ ചെയ്യാനുള്ള ഐഡിയ ആണിത്. എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് എടുക്കല്ലേ അച്ഛാ. സമ്പ്രദായങ്ങൾക്കും ആചാരങ്ങൾക്കും പേര് കേട്ട നമ്മുടെ കുടുംബത്തില് എന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വരുന്ന നിങ്ങളുടെ മരുമകളെ കല്യാണത്തിന് മുൻപ് തന്നെ ഇവിടുത്തെ ശീലങ്ങൾ ആ കുട്ടിയെ പഠിപ്പിച്ചാ നമുക്കത് നല്ലതല്ലേ അമ്മേ? നമ്മൾ ആഗ്രഹിച്ച ജാതകം അവൾക്കുള്ളത് അത് നമ്മുടെ ഭാഗ്യം തന്നെയാ. ഞാൻ അല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ ആചാരങ്ങളും കൂടെ പഠിപ്പിച്ച ഒന്നുകൂടെ കാര്യം നന്നാവുമെന്ന എന്റെ അഭിപ്രായം. എന്ത് പറയുന്നു അമ്മേ? താലി കെട്ടുന്നതിന് മുൻപേ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ താലി കെട്ടിയ ശേഷം പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. നിഹാരിക അവരുടെ വീട്ടിൽ നിൽക്കുമ്പോ നമ്മുടെ ആചാരങ്ങളെ അവളെ എങ്ങനെയാ പഠിപ്പിക്കുക? ഓൺലൈൻ ക്ലാസ്സസ് കൊടുക്കുമായിരിക്കും ചേച്ചി. ഇല്ലെങ്കിലേ വീഡിയോ എടുത്തിട്ട് അയക്കുമായിരിക്കും. അളിയോ, അളിയന്റെ കോൺസെപ്റ്റ് എന്താന്ന് മനസ്സിലായെങ്കിലും അതിന്റെ സൊല്യൂഷൻ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അതെ ശ്രീ, നിന്റെ അളിയൻ പറഞ്ഞ പോലെ നീ പറഞ്ഞതിനുള്ള പരിഹാരം എന്താണ്? അമ്മേ, എന്റെ അടുത്ത് നല്ലൊരു ഐഡിയ ഉണ്ട്. നീ പറയേ. കല്യാണത്തിന് എന്തായാലും ഒരു 45 ദിവസം സമയമുണ്ടല്ലോ അമ്മേ. നിഹാരികയെ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കാം. ഒരുമാതിരി വൃത്തികെട്ട ഐഡിയ ആയി പോയി. പുറത്താരെങ്കിലും അറിഞ്ഞ അവര് ചിരിക്കും. അമ്പലപ്പുഴയിലേക്കുള്ള വഴി ഏതാന്ന് ചോദിച്ചപ്പോ എനിക്ക് കഴിക്കാൻ ഇഷ്ടം പേരൊക്കെയാന്ന് പറഞ്ഞ പോലെയുണ്ട് നീ ഇപ്പൊ പറഞ്ഞ ഐഡിയ. നീ പറഞ്ഞതുപോലെ ചെയ്താ നമ്മുടെ പേര് നമ്മൾ തന്നെ ഇല്ലാതാക്കുന്ന പോലെയാവും. മകൻ എന്തോ വലിയ ഐഡിയ പറഞ്ഞ പോലെ അത്ഭുതപ്പെടാൻ പറ്റും. പക്ഷെ ജനങ്ങൾ നമ്മളെ നോക്കി ചിരിക്കും. ഇവര് പറയുന്നത് നോക്കണ്ട, നിനക്ക് പറയാനുള്ളത് പറയുവേദ. ശ്രീകർ പറഞ്ഞതിനെ പറ്റി ഞാൻ നന്നായിട്ട് ആലോചിച്ചു. ശ്രീകർ പറഞ്ഞതില് തെറ്റു പറയാനാവില്ല. പുറത്തുള്ളവർ ഇനി എന്തൊക്കെ പറഞ്ഞാലും അതൊരു പ്രശ്നമല്ല. ഈ നാടിന്റെ ക്ഷേമമാണ് എനിക്ക് പ്രധാനം. കല്യാണമാകുമ്പോഴേക്കും നിഹാരിക ജൂനിയർ വേദവതിയെ പോലെ ആവണം. ഏട്ടാ, വേഗം നിഹാരികയുടെ വീട്ടിൽ പോയി നമുക്ക് അവളെ ഇങ്ങ് കൊണ്ടുവരാം. പണിക്കർക്കൊന്ന് ഫോൺ ചെയ്ത് സമയം അനുകൂലമാണോ അല്ലയോ എന്നൊന്ന് നോക്കിക്കോളൂ. ഞാൻ ദേ ഇപ്പൊ വരാം. ശരി വേദ. അളിയ, ഇത് അതിനു വേണ്ടിയാണോ അതോ ഇതിനു വേണ്ടിയാണോ? നിങ്ങൾക്കൊക്കെ എങ്ങനെയാ തോന്നുക വെച്ചാ അങ്ങനെ. അവനി പറഞ്ഞ ഐഡിയ വർക്കൗട്ട് ആയിട്ടുണ്ട്. 1 മാസം കൊണ്ട് നിഹാരികയുടെ ക്യാരക്ടർ പുറത്തു വന്ന് ഈ കല്യാണവും ക്യാൻസൽ ആവും. എന്നിട്ട് വേണം എനിക്ക് ആവനിയെ പറ്റി അമ്മയോട് പറയാൻ. അവനി, താൻ പറഞ്ഞ ഐഡിയ പ്രകാരം നിഹാരികയെ വീട്ടിൽ 1 മാസത്തേക്ക് താമസിപ്പിക്കാൻ വേണ്ടി അമ്മയോട് ഞാൻ പറഞ്ഞിടോ. അച്ഛനും അമ്മയും നിഹാരികയുടെ പാരന്റ്സിനോട് കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ വേറെന്താ പ്രശ്നം? സത്യസന്ധരായിട്ട് ഇരിക്കുന്നവരെക്കാൾ അഭിനയിക്കുന്നവരെയാണ് ഈ ലോകത്തിൽ വിശ്വസിക്കുക.
ഇനി ഒരു പക്ഷേ നിഹാരിക അവളെ പറ്റി എന്തെങ്കിലും നല്ല ഇംപ്രഷൻ ഉണ്ടാക്കിയെടുത്താ അവളെ ഞാൻ കല്യാണം കഴിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. അങ്ങനെ സംഭവിച്ച എങ്ങനെ രക്ഷപ്പെടുമെന്ന് അതാലോചിക്കുമ്പോഴവിടെ എനിക്ക് പേടി. നമ്മുടെ ഈ ബന്ധത്തെ നിലനിർത്താൻ വേണ്ടി വിശ്വാസത്തോടെ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. ആദ്യ പടിയിൽ തന്നെ ഔചിത്യമില്ലാത്ത ഒന്നും ആലോചിക്കരുത്. എന്നെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കുന്നുള്ള വാശിയില അവള്. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യൂ എന്ന് എനിക്ക് ടെൻഷനാവുന്നു. ആദ്യം അവള് വീട്ടിലേക്കൊന്ന് വരാൻ സമ്മതിക്കണ്ടേ? വന്നില്ലെങ്കിലേ ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാ മതി. എങ്ങനെ? നിഹാരിക ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞ അനുസരിക്കുന്നില്ലെന്നും ഫ്യൂച്ചറിൽ മരുമകളായിട്ട് വന്ന എങ്ങനെയായിരിക്കും സ്ഥിതി എന്നും ആരോപിച്ച് അമ്മയുടെ അച്ഛടി മനസ്സ് മാറ്റിയ പോരെ? നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലൊക്കെ നടന്നു കഴിഞ്ഞാ അതൊരു നല്ല കാര്യം. നമുക്കൊരു വലിയ ന്യായം ലഭിച്ചതുപോലെ. പക്ഷെ കല്യാണം നിശ്ചയം കഴിഞ്ഞ് ബന്ധം മുടക്കുന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന പരിപാടിയല്ല. അരുതാത്തത് സംഭവിച്ച് ഞാൻ തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വന്ന പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അതാണോ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളിപ്പോ കരുതുന്നത് പോലെ നിഹാരിക അഭിനയിച്ചോ ഇല്ലെങ്കിൽ അവള് സ്വയമേ മാറിയോ? നിങ്ങളെ സ്വന്തമാക്കിയിട്ട് അവളുടെ കഴുത്തിലെ താലി കയറി കഴിഞ്ഞ എനിക്ക് ഈ താലി ത്യാഗം ചെയ്യുകയല്ലാത്ത വേറെ വഴിയില്ല. താലി അഴിക്കാൻ പറഞ്ഞു, താലി അഴിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു. എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ അവനെ. വേദനയോട് ഞാൻ പറയുന്ന വാക്കുകൾക്ക് പിന്നിൽ അവധിയില്ലാത്ത രോദനങ്ങൾ ഏറെയുണ്ട്. എന്നിരുന്നാലും അങ്ങനൊരവസ്ഥ വന്ന ഇത് ഞാൻ അഴിച്ചു വെക്കുന്നതിൽ തെറ്റില്ല. നിങ്ങൾക്ക് എന്റെ ജീവിതത്തെക്കാൾ നിങ്ങളുടെ വീടിന്റെ ജാതകമാണ് വലുത്. നിങ്ങളുടെ കുടുംബത്തിന് നല്ലത് നടക്കുമെന്നാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. താനില്ലാതെ എനിക്ക് പറ്റില്ല, ഞാനില്ലാതെ തനിക്ക് പറ്റുമോ? ഈ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാ ഇതിന്റെ ഉത്തരം എന്താണെന്ന് നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട്. നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷം എന്റെ പ്രപഞ്ചം വേറെയാ, എന്റെ ലോകം തന്നെ വേറെയാ. നാളെ നിങ്ങളും ഞാനും തമ്മിൽ അകന്നു പോയാ എന്റെ പ്രപഞ്ചം തന്നെ ശൂന്യമായി പോകും. എന്റെ ലോകമാണെങ്കിൽ ഇരുട്ടുകൊണ്ട് മൂടും. എന്റെ മനസ്സ് ദുഃഖസാന്ദ്രമായി മാറും. വർണ്ണിക്കാൻ കഴിയാത്തത്ര വേദന ജീവിതകാലം മുഴുവനുണ്ടാവും. എന്നാലും ശരി, എന്റെ താലി ത്യജിക്കപ്പെടാൻ അർഹതപ്പെട്ടാലും മനസ്സിനെ അടിച്ചമർത്തി എനിക്ക് നമ്മുടെ ഈ ബന്ധം മറക്കേണ്ടി വരും. അങ്ങനെ പറയല്ല അവനെ. അച്ഛനും അമ്മയും എനിക്ക് ജന്മം തന്നു. ആ ജീവിതത്തിലെ ദൈവം എനിക്ക് നിന്നെ തന്നു. താനില്ലാത്ത ഒരു നിമിഷം അതെവിടെയാണെങ്കിലും ശരി, എനിക്ക് നരകമാ. ഈ താലിയില് നിന്റെ ഭർത്താവിന്റെ ആയുസ്സുണ്ട്. ഓരോ കെട്ടിലും അവന്റെ ശ്വാസം അടക്കിയിട്ടുണ്ട്. നീ ഇതഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മരണം അവനെ വേട്ടയാടി തുടങ്ങും. നിങ്ങൾ കെട്ടി താലി അഴിക്കരുതെന്ന് ഒരു ഭാഗത്ത് ദൈവം ഉപദേശിക്കുന്നുണ്ട്. ജാതകം ചേരുന്ന പെൺകുട്ടി മാത്രമേ നിങ്ങളുടെ വീട്ടിലെ മരുമകളാകൂന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. താലി ബന്ധത്തിനാണോ ശക്തി, അതോ ശാസ്ത്രത്തിനാണോ ശക്തി? ആ ദൈവം തന്നെ തീരുമാനിക്കട്ടെ. താലി ബന്ധത്തിന്റെയും ഈ ശാസ്ത്രത്തിന്റെയും ഇടയിൽ ഒരു പെണ്ണിന്റെ ജീവിതം ഇല്ലാതാവുകയാണ്. ഏതാണ് ജയിക്കാൻ പോകുന്നതെന്ന് നോക്കാം. അവനെ താലി തന്നെ ജയിക്കും. തന്നെ ഞാൻ വിട്ടുകളയില്ലടോ.
ചേട്ടാ, ഞാൻ ചേട്ടന്റെ അളിയന് കൊടുക്കാം. ആ കുറച്ച് ലേറ്റ് ആണെങ്കിലും നല്ല ബന്ധത്തോടെ കിട്ടിയത്. കല്യാണത്തിന് കുറെ സമയമുണ്ടല്ലോ. കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ അറിയിച്ചോളാം. ആ എടാ, അവന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ അനുവാദമില്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നു. ഒന്നും തോന്നരുത്. അയ്യോ, അത് കൊള്ളാം, കുഴപ്പമില്ല, ഇരുന്നു. ഇരിക്കെ. നിഹാരിക എവിടെ? റൂമിലുണ്ടല്ലോ. ഗൗതമി, പെട്ടെന്ന് കോഫി എടുത്തിട്ട് വാ. ഇപ്പൊ ഒന്നും വേണ്ടെന്നേ. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത്. പറഞ്ഞോളൂ. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചിലപ്പോ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പക്ഷെ നിങ്ങൾ അതൊന്നും മനസ്സിലാക്കണം. അയ്യോ, ഇതെന്താ ഇങ്ങനെ? കുഴപ്പമില്ല, പറഞ്ഞോളൂ. നിഹാരികയെ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ വന്നതാ. അതെങ്ങനെ ശരിയാവോ വേദവതി? കല്യാണമാകുമ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിലെ രീതികളുമായി അവൾക്കൊന്ന് പൊരുത്തപ്പെടാലോ എന്ന് വിചാരിച്ചാ ചോദിച്ചത്. കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയെ ആരെങ്കിലും ഇങ്ങനെ ചെക്കൻ്റെ വീട്ടിലേക്ക് അയക്കും? നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ ചോദിക്കുന്നതിലാണ് അത്ഭുതം. മറ്റുള്ള കുടുംബം വേറെ, ഞങ്ങളുടെ കുടുംബം വേറെ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു കയറുന്നതിന് മുന്നേ അവിടുത്തെ രീതികളെല്ലാം മനസ്സിലാവുമല്ലോ. 10 ആള് കൂടുന്നിടത്ത് അല്ലെങ്കിൽ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. കല്യാണത്തിന് മുൻപേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ, നിങ്ങളുടെ മനസ്സ് മാറിയാൽ ഞങ്ങളുടെ മകൾ എന്ത് ചെയ്യും? പറഞ്ഞയക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പോകാം ഡാഡ്. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു അമ്മേ. എനിക്ക് ഒരേ എതിർപ്പുമില്ല. ഞാൻ ഇവരുടെ കൂടെ പോവാൻ തയ്യാറാ അമ്മേ. അതല്ല നിഹാരിക. അമ്മേ, ഇവര് പുറത്തുള്ളവരോ പരിചയമില്ലാത്തവരോ അല്ല. മറ്റുള്ളവരെന്ത് കരുതുന്നൊക്കെ ആലോചിക്കേണ്ട ഒരാവശ്യമില്ല. ഇവരുടെ വീട്ടില് എനിക്കെല്ലാം ശീലം എന്ന് കരുതിക്കോളൂ. കയറി ചെല്ലുന്ന ദിവസം നിങ്ങൾക്കും കുറച്ച് ഭാരം കുറഞ്ഞു കിട്ടില്ലേ? ഇവരുടെ വീട്ടുകാർക്ക് വേണ്ട ക്വാളിറ്റീസ് ഒക്കെ എനിക്കുള്ളപ്പോ എനിക്ക് പേടി എന്തിനാ? നിങ്ങൾക്ക് ടെൻഷൻ എന്തിനാ? ആ അമ്മേ, നമുക്ക് പുറപ്പെട്ടാലോ? ഇടയ്ക്കൊക്കെ അവളിങ്ങോട്ട് ഇറങ്ങിക്കോളും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മേ, ഞാൻ വരാം. പോയിട്ട് വരട്ടെ ഡാഡി. മോളെ നിഹാരിക, നിങ്ങൾ നടന്നോളൂ. ഞാൻ എന്റെ പാരന്റ്സിന് ധൈര്യം കൊടുത്തിട്ട് വരാം. പെട്ടെന്ന് വരണേ മോളെ, അല്ലെങ്കിൽ മുഹൂർത്തം തെറ്റിപ്പോ. ശരി അമ്മേ. ശരി. നിഹാരികയുടെ രൂപം പോലെ തന്നെ അവളുടെ മനസ്സിലും കളങ്കമില്ല. എതിരൊന്നും പറയാതെ വീട്ടിലേക്ക് വരാൻ അവളെ സമ്മതിച്ചില്ലേ? പൂജ ആചാരങ്ങളും ഒക്കെ നന്നായി അറിയുന്ന പോലെ അങ്ങ് ഇറങ്ങിപ്പോയാ എങ്ങനെയാ? നിനക്കെന്താ തലയ്ക്കോളോ? ശ്രീകരനെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് കരുതി ഇങ്ങനൊക്കെ ചെയ്യാന്ന് പറഞ്ഞ? നിന്റെ ശീലങ്ങൾ വേറെ, അവരുടെ ശീലങ്ങൾ വേറെ. ഇത്രയും ദിവസം നീ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? നീ ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്ന വലിയൊരു റിസ്കാ മോളെ. ഞാനായിട്ട് നിൽക്കാതെ, എനിക്കിഷ്ടമുള്ളതുപോലെ നിൽക്കാതെ, അവർക്ക് ഇഷ്ടമുള്ളതായി നിൽക്കുന്നത് പോലെ അഭിനയിക്കണമെങ്കിൽ വലിയ ടാസ്കാ. ഐ എഗ്രി വിത്ത് യു. പക്ഷേ അവിടെ എനിക്ക് ആവശ്യമുള്ള പലതും ഉണ്ട്. നോട്ട് ഓൺലി ശ്രീകർ. ശ്രീകറിന്റെ കൂടെ വേദവതിയുടെ ആ ഓറ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഗ്രാമങ്ങളിൽ അവരെ അമ്മയായിട്ട് കണ്ട് പൂജിക്കുന്നുണ്ടത്രേ. ആ സ്ത്രീ കഴിഞ്ഞ ആ പൂജാ പുഷ്പങ്ങളൊക്കെ സ്വീകരിക്കേണ്ടി വരുന്നത് ഈ നിഹാരികയല്ലേ? നമ്മളെക്കാൾ 4 മടങ്ങ് ഇരട്ടിയുള്ള അവരുടെ പ്രോപ്പർട്ടീസ് ഇഷ്ടപ്പെട്ടു.
ഞങ്ങളുടെ രണ്ടാളുടെ ജാതകം ഒത്തു വന്നതുകൊണ്ട് എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടായെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ആ വീട്ടിലെ സൗകര്യങ്ങളും മൊത്തം എന്റെ കാൽ കീഴിൽ വരും. എത്ര പേർക്ക് ഇങ്ങനത്തെ ഭാഗ്യം ലഭിക്കുക? വേദ, മുഹൂർത്തം കഴിയുന്നതിന് മുൻപ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങണ്ടേ? ഞാൻ പോയിട്ട് വിളിച്ചിട്ട് വരാം. കല്യാണം വരെ അഭിനയിച്ച് അത് കഴിഞ്ഞ ആ സാമ്രാജ്യത്തിന്റെ റാണി ഈ ഞാനാ. നിഹാരിക,